നല്ലൊരു ആനക്കുളി കാണാം. വരങ്ങും പോണ്ട, ഇങ്ങോട്ട് പോരെ പാറമിക്കാവിൻ്റെ അമ്പലത്തിൻ്റെ പുറകിലുള്ള ആ ഗ്രൗണ്ടിലേക്ക്. നല്ല ബെസ്റ്റ് ആനക്കുളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കിടക്കണ കിടപ്പ് കണ്ട. അങ്ങനെ കുളിസീനെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്നൊന്നര കുളി. ആനപ്പപ്പൻ്റെ പണി ഭയങ്കര റിസ്ക് ഉള്ളതാണ്. അത് ആനയെ കുളിപ്പിക്കുകയൊക്കെ വേണം. ഈ കാറ് കഴുകണ പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അത് കാണാൻ പറ്റും ഇവിടെ കുറച്ച് നേരം വന്നാൽ. എൻ്റെ അമ്മേ, ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആനപ്പപ്പാനായാലോ എന്ന് വരെ ആലോചിച്ചതാണ്. എന്നെക്കൊണ്ട് വയ്യ, ഞാൻ കാറ് പോലും കഴുകാറില്ല. പല്ലാട്ട് ബ്രഹ്മദത്തൻ്റെ വാഹനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആനയാണ് പല്ലാട്ട്. പല്ലാട്ട് കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഇത് തെളിയിക്കുന്നത്. തപ്പട്ടെ പല്ലാട്ട് എവിടെയാണ്. ഇതന്നെയാണെന്ന് കരുതുന്നു പല്ലാട്ടെ കുട്ടി. പേരൊന്ന് എഴുതിയിട്ടുള്ള ലോക്കറ്റൊന്നും കാണാനില്ല. ആ ചേട്ടനോടും ചോദിച്ചാലോ ഏതാ ആനയുടെ പേരുന്ന്. ആനപ്പാപ്പം ആനപ്രേമികൾ നമ്മളെ പോവും. ഈ ആനയുടെ പേര് അറിയില്ല എന്ന് ചോദിക്കും. ഒരു തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആൾ ആനയുടെ പേര് അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ. ഇതന്നെയായിരിക്കും വിചാരിക്കണം പല്ലാട്ടെ ബ്രഹ്മദത്തൻ. ഇവിടെ നോക്കിട്ടോ, സെയിം ആനയാണ് പല്ലാട്ടെ ബ്രഹ്മദത്തൻ. ഒരുപാട് ഫാൻസുള്ളൊരു ആനയാണ്. തൃശ്ശൂർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുള്ള പോലെ തന്നെ വളരെയധികം ഫാൻസുള്ളൊരു ആനയാണ് പല്ലാട്ടെ ബ്രഹ്മദത്തൻ. ഇതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ വീഡിയോ യൂട്യൂബിലുണ്ട് കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ കാണണേ.